കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്രയിലെ മനുഷ്യർക്കൊപ്പം എന്നുള്ള നിർവചനമാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മളൊരു സംഘടനയ്ക്കൊപ്പമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിനൊപ്പമോ നിൽക്കുമ്പോഴല്ല നമ്മളൊരു മനുഷ്യനാവുന്നത്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു പ്രവാചകൻ്റെ ഒരു കാരുണ്യപ്രവൃത്തിയാണ്. ഹജ്ജിന് വേണ്ടി പണം സ്വരൂപിച്ച് അവസാനം ഹജ്ജിന് പോകാൻ സ്വന്തം അയൽപക്കത്തെ വീട്ടിലെ ഒരാൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നപ്പം ആ സ്വരൂപിച്ച പണം ആ വ്യക്തിക്ക് കൊടുത്തപ്പം പ്രവാചകനോട് ചോദിച്ചു, ഈ വർഷം ഹജ്ജ് ഏറ്റവും സ്വീകരിക്കപ്പെട്ട ഹജ്ജ് ആയിരുന്നാന്ന് ചോദിച്ചപ്പം ആദ്യം സ്വീകരിക്കപ്പെട്ട ഹജ്ജ് ആ വ്യക്തിയുടേതാണെന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു വചനം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ഖുർആനിൽ നിന്നുള്ളൊരു വചനമാണ്. ബൈബിളിലും അതുണ്ട്. ഒരു വിശന്ന് അവശയായ ഒരു നായക്കുട്ടിക്ക് ദാഹിച്ച് വന്നപ്പം അതിന് കാരുണ്യത്തിൻ്റെ ജലപാനം കൊടുത്തതിൻ്റെ പേരിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും നന്മ ചെയ്യാത്ത ഒരു പെണ്ണ് സ്വർഗത്തിലെത്തും എന്നുള്ളൊരു വചനം. മനുഷ്യർക്കൊപ്പം നിൽക്കാൻ നമുക്ക് വേണ്ടത് കരുണയാണ്. കരുണ ഉണ്ടാവുമ്പോഴേ നമുക്ക് ദൈവഭക്തി പൂർണ്ണമാവുന്നുള്ളൂ. മനസ്സിലായില്ലേ? എല്ലാ മനുഷ്യരും ഒരേ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഓരോ കോശങ്ങളും ഒരേ ഒരു ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലൂടെ നിയന്ത്രിക്കപ്പെടുന്നതാണ്. അതിൽ വിവേചനമല്ല, അതിൽ സംഘടനയല്ല, അതിൽ രാഷ്ട്രീയമല്ല. നമ്മുടെ കോശങ്ങൾ, നമ്മുടെ എനർജി എല്ലാം ഒരൊറ്റ ഭ്രമണപഥത്തിലൂടെ ഒരൊറ്റ ശക്തിയിലൂടെ നിയന്ത്രിക്കപ്പെടുകയും അത് ഇവിടെ അലൈവായി നിൽക്കുകയാണ്. അതെല്ലാത്തിനും ഒരൊറ്റയാണ്, ഒരു ഏകത്വമുണ്ട്, ഒരുമയുണ്ട്. ഈ ഏകത്വം നമ്മളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനുഷ്യർക്കൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സംഘടനകൾക്കൊപ്പം അവരെ കുറ്റപ്പറഞ്ഞ് ഇവരെ കുറ്റപ്പെടും, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ അത് മനുഷ്യരോട് വിവേചനം കാണിക്കാൻ വേണ്ടി, ദയ കാണിക്കാൻ വേണ്ടി, കാരുണ്യം കാണിക്കാൻ വേണ്ടി, നീതി കാണിക്കാൻ വേണ്ടി, ഇതൊന്നും കാണിക്കാതിരിക്കാൻ വേണ്ടി ഒരു കാരണമാവാൻ പാടില്ല. നമുക്ക് എന്ത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും എന്ത് മതസംഘടന മറ്റു മനുഷ്യരോട് അനീതി കാണിക്കാൻ അതൊരിക്കലും കാരണമാവാൻ പാടില്ല. നമുക്കുള്ളിലെ സമാധാനം അവർക്ക് കൈമാറാൻ അത് കാരണമാവില്ല. നമുക്കുള്ളിൽ സമാധാനം ഉണ്ടാവുമ്പോഴേ മറ്റൊരാൾക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്കുള്ളിൽ ഇല്ലാത്തത് നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്കുള്ളിൽ നീതി നമ്മുടെ ഭക്തിയുടെ ഭാഗമായി വളരുമ്പോഴേ നമുക്കത് മറ്റൊരാളോട് നീതി കാണിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കാണിക്കാൻ സാധ്യമാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ നീതിയാണ് വരിക.